നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരാൾ ഉപയോഗിച്ച പെർഫ്യൂം നമ്മൾ ഉപയോഗിച്ചാൽ അതേ മണം ലഭിക്കാത്തതിന്റെ കാരണം എന്താണെന്ന്? ടെസ്റ്റ് ചെയ്തു നോക്കിയ ശേഷമേ പെർഫ്യൂം തിരഞ്ഞെടുക്കാവൂ എന്ന് പറയുന്നതിന് കാരണം എന്താവും? ആർ യു ക്യൂരിയസ്? കം, ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. എസൻഷ്യൽ ഓയിൽ, ഈഥൈൽ ആൽക്കഹോൾ, സോൾവെന്റ്സ് തുടങ്ങിയവയുടെ മാജിക്കാണ് പെർഫ്യൂം. സംഗീതം ചിട്ടപ്പെടുത്തുമ്പോൾ നോട്ട്സ് എത്ര പ്രധാനമാണോ അതുപോലെ തന്നെയാണ് പെർഫ്യൂമിന്റെ കാര്യത്തിലും. 3 നോട്ട്സ് അടിസ്ഥാനമാക്കിയാണ് പെർഫ്യൂം തയ്യാറാക്കുന്നത്. പെർഫ്യൂം ഉപയോഗിച്ച ഉടനെ കിട്ടുന്ന മണമാണ് ടോപ്പ് നോട്ട്. പിന്നെ എത്തുന്ന ഗന്ധമാണ് ഹാർഡ് നോട്ട് അഥവാ മിഡ് നോട്ട്. ഒടുവിലായി എത്തുന്നതാണ് ബേസ് നോട്ട്. ഈ ബേസ് നോട്ടാണ് പെർഫ്യൂമിന്റെ യഥാർത്ഥ ഗന്ധം. ഇത് തന്നെയാണ് ഏറെ നേരം നിലനിൽക്കുന്ന ഗന്ധവും. പൊതുവെ 6 മണിക്കൂർ വരെ ബേസ് നോട്ട് കൂട്ടിനുണ്ടാകും. ടോപ്പ് നോട്ട് ഗന്ധം 5 മുതൽ 15 മിനിറ്റ് വരെയും മിഡ് നോട്ടിന്റെ ഗന്ധം 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയും നിലനിൽക്കും. മിക്കവരും കണ്ടിട്ടുണ്ടാകും പെർഫ്യൂം കുപ്പികളിലെ ചില എഴുത്തുകൾ. പെർഫ്യൂമിനെ പെർഫ്യൂമാക്കുന്ന സുഗന്ധം നൽകുന്ന കോൺസെൻട്രേറ്റഡ് എസൻഷ്യൽ ഓയിലിന്റെ അളവനുസരിച്ചാണ് ഇത് മാറുന്നത്. ഓയിലിന്റെ അളവ് കൂടുന്തോറും മണവും ഏറെ നേരം നിലനിൽക്കും. ഓഡെ കൊളഗ്നിയിലാണ് കുറഞ്ഞ അളവിൽ, അതായത് 5 മുതൽ 15% ഓയിലുള്ളതും കുറച്ചു നേരം മാത്രം ഗന്ധം നിലനിൽക്കുന്നതും. പാഫമിന്റെ ഗന്ധം 10 മണിക്കൂറിലേറെ നിലനിൽക്കാം. എന്നിരുന്നാലും കാലാവസ്ഥ, ചെയ്യുന്ന ജോലി തുടങ്ങിയ പല കാരണങ്ങൾ ഗന്ധത്തിന്റെ സമയപരിധിയെ ബാധിക്കാം. ഓരോരുത്തരുടെയും ചർമ്മ സ്വഭാവം വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ശരീരത്തിലെ ഫിറമോൺ സമ്മാനിക്കുന്ന ഗന്ധവുമുണ്ട്. ഇവ രണ്ടും കൂടി ചേർന്നാണ് പെർഫ്യൂമിന്റെ ഗന്ധമായി നമ്മൾ മണത്തറിയുന്നത്. അതുകൊണ്ട് ഒരാളുടെ പെർഫ്യൂം നമ്മൾ ഉപയോഗിച്ചാൽ അതേ വാസന തന്നെ കിട്ടണമെന്നില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷമേ പെർഫ്യൂം തിരഞ്ഞെടുക്കാവൂ. ഒരു കൈത്തണ്ടയിൽ പെർഫ്യൂം സ്പ്രേ ചെയ്ത ശേഷം മറ്റേ കൈത്തണ്ട് ഉപയോഗിച്ച് മെല്ലെ അമർത്തുക. വിരൽ കൊണ്ട് തിരുമുന്നത് ശരിയല്ല. അല്പനേരം കാത്തിരിക്കാം. അതിനുശേഷം മണത്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കോളൂ. നമ്മുടെ ഇഷ്ടമനുസരിച്ച് പെർഫ്യൂം തയ്യാറാക്കി നൽകുന്ന ബ്രാൻഡുകളുമുണ്ട്. സിട്രസ്, മിന്റ് എന്നിങ്ങനെയുള്ള ഫ്രഷ് സുഗന്ധം, പൂക്കളുടെ ഗന്ധം പേറുന്ന ഫ്ലോറൽ ഗന്ധം, ഓറിയലിന്റെ സ്പൈസി സ്മെൽ തുടങ്ങിയ വാസനകൾ പലതുമുണ്ട്. ഡെയിലി യൂസ് പെർഫ്യൂം, രാത്രിയിലും പകലും ഉപയോഗിക്കാവുന്നവ, സ്ട്രോങ് പെർഫ്യൂം എന്നിങ്ങനെയും തരം തിരിവുകളുണ്ട്. ഓരോ പെർഫ്യൂമിന്റെയും ഗന്ധം തിരിച്ചറിയുകയും ഔചിത്യത്തോടെ ഉപയോഗിക്കുകയും വേണം. ഒഫീഷ്യൽ മീറ്റിംഗ്, കോർപ്പറേറ്റ് ഇവന്റ് എന്നിങ്ങനെയുള്ള ഫോർമൽ അവസരങ്ങളിൽ രൂക്ഷഗന്ധമുള്ള പെർഫ്യൂം വേണ്ട. രൂക്ഷഗന്ധം ചിലരുടെ മനം മടുപ്പിക്കും. വിവാഹം, പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്കായി സ്ട്രോങ് പെർഫ്യൂം തിരഞ്ഞെടുക്കാം. പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ഇത്തിരി സെൻസും സെൻസിബിലിറ്റിയും വേണം. ആശുപത്രിയിൽ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ പെർഫ്യൂം ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിർബന്ധമാണെങ്കിൽ നേർത്ത മണമുള്ളവ മാത്രം തിരഞ്ഞെടുക്കുക. ചില രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഗന്ധം അസ്വസ്ഥതയും തലവേദനയും ഉണ്ടാക്കാം. വസ്ത്രമലക്കി ഉണക്കി സൂക്ഷിക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ പെർഫ്യൂം അടിച്ച ശേഷം വസ്ത്രങ്ങൾക്കിടയിൽ വയ്ക്കാം. അവയുടെ ഗന്ധം വസ്ത്രങ്ങളിലേക്കും പടരും. പെർഫ്യൂം കുപ്പി ലീക്കാവുകയോ പൊട്ടുകയോ ചെയ്താൽ ഈ പെർഫ്യൂമിനെ മറ്റൊരു ചില്ല് കുപ്പിയിലേക്ക് പകർത്തി സൂക്ഷിക്കാം. മറ്റ് മെറ്റീരിയലുകളൊന്നും പെർഫ്യൂം സൂക്ഷിക്കാൻ ഉപയോഗിക്കരുത്. ഏറ്റവും പ്രിയപ്പെട്ട പെർഫ്യൂമുകളുടെ വലിയ കുപ്പികൾ വാങ്ങുമ്പോൾ ഇവയുടെ തന്നെ ചെറിയ കുപ്പികളും വാങ്ങിക്കരുതാം. യാത്രകളിൽ ഇത് ഏറെ ഉപകാരപ്പെടും.